ശ്രുതിഗീതയിൽ ശ്രുതികൾ ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറഞ്ഞത്. അതിനായിട്ടുള്ളൊരു കഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് സന്താനഗോപാലൻ കഥ. ഏകദാ ദ്വാരവത്യാം തു വിപ്രപത്ന്യാഃ കുമാരകഃ ജാതമാത്രോ ഭുവൻ സ്പൃഷ്ട്വാ മമാര കില ഭാരത. ശുകബ്രഹ്മർഷി കഥ പറഞ്ഞു തുടങ്ങിയാണ്. അല്ലയോ ഭാരത എന്ന് ആരെയാ വിളിച്ചത്? പരീക്ഷത്തിനെ. പരീക്ഷത്തെ ഒരു കാര്യം കേൾക്കണോ? ഉടനെ ശ്രദ്ധിച്ചു. ദ്വാരകയിൽ ഒരു വിപ്രനും അദ്ദേഹത്തിൻ്റെ പത്നിയും ഉണ്ടായിരുന്നു. ഇവർക്ക് സന്താനമുണ്ടായാൽ കുട്ടി കരയും. കരഞ്ഞിട്ട് ആ കുട്ടിയെ നിലത്ത് കിടത്തിയാലോ ഉടനെ മരിച്ചു പോകും. ജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ. ജനിച്ചു ഉടനെ താഴെ കിടത്തിയാൽ മതി, ഉടനെ കുട്ടി മരിച്ചു. ഈ ബ്രാഹ്മണൻ മരിച്ച കുട്ടിയും എടുത്തുകൊണ്ട് നേരെ ദ്വാരകാപുരിയുടെ വാതിക്കലത്ത്, വലിയ കവാടാണ്. ആ ദ്വാരകാപുരിക്ക് അകത്ത് ഭഗവാനുണ്ട്, സാക്ഷാൽ ഭഗവാനുണ്ട്. എനിക്കെന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അദ്ദേഹം കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. സാന്ദീപനി മുനിയുടെ മകൻ മരിച്ചപ്പോൾ മകനെ എനിക്ക് ദക്ഷിണയായിട്ട് തിരിച്ചു കൊണ്ടുപോയി തരൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തിരിച്ചു കൊടുത്തില്ലേ? അപ്പം ഞാനും ഒരു കഷ്ടം പറഞ്ഞുകൊണ്ട് പോയാൽ എൻ്റെ കുട്ടിയെ ജീവിപ്പിച്ച് തന്നാലോ? ആ വിപ്രോ ഗൃഹീത്വാ മൃതകം രാജദ്വാരുപാധായ സഹ ഇദം പ്രോവാച വിലപന്ന ആതുരോ ദീനമാനസഃ. വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഉറക്കെ വിളിച്ച് കരഞ്ഞു. എന്താണ് എനിക്ക് ഇങ്ങനെ വരുന്നത്? ഇതിന് കാരണക്കാരൻ ആരാണ്? ആരുമല്ല, ഇവിടുത്തെ രാജാവാണ്. രാജാവ് നല്ല നേർവഴിക്ക് നടക്കുന്ന സത്യസന്ധനായ ഉത്തമനായ ഭരണാധികാരി ആണെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സുഖസമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. നമ്മളൊക്കെ ഇത് ഓർക്കേണ്ടതാണ്. എന്തെങ്കിലും കഷ്ടകാലങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ നാട് ഭരിക്കുന്നവർ നന്നായിട്ടില്ല എന്നർത്ഥമെന്ന് ഭാഗവതത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നാട് ഭരിക്കുന്നവൻ നന്നല്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? ബ്രാഹ്മണൻ ബ്രഹ്മദ്വിഷഃ ഷഠധിയഃ. ഇവൻ ഈ ഭരിക്കുന്നവൻ ബ്രഹ്മദ്വിഷനാണ്. ബ്രാഹ്മണരെ ദ്വേഷിക്കുന്നവനാണ്. ഷഠധിയഃ. എന്തൊരു ബുദ്ധിയാണെന്ന് നോക്കിയ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന ഒരു ഭരണകർത്താവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ നാട് നന്നാവും എന്ന് പറഞ്ഞ് ക്ഷത്രബന്ധോ കർമ്മദോഷാൽ പഞ്ചത്വം മേകദേർഭകം. എൻ്റെ അർഭകൻ, എൻ്റെ കുട്ടി ഇന്ന് മരിച്ചു പോകാൻ കാരണം ഈ ഭരണകർത്താവ് ഒട്ടും ശരിയല്ല. വെറും നാട്യമാണ്. മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം നോക്കി നടക്കാനുള്ള സമയം കളയലാണ് പണി എന്ന് പറയുന്നു. ഹിംസാവിഹാര നിർവൃതിയും ദുശീലം അജിതേന്ദ്രിയം. അജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനാണ് എന്ന് ആരെയാ പറയുന്നത്? സാക്ഷാൽ ഋഷികേശനെയാണ് പറയുന്നത്. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ചേതനയായിട്ട് നിന്നുകൊണ്ട്, നമ്മുടെ കണ്ണുകൾക്ക് കണ്ണായും കാതുകൾക്ക് കാതായും ഇരുന്നുകൊണ്ട് നമ്മുടെ കരചലനങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന, ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന ആ പരമാർത്ഥ സ്വരൂപത്തെയാണ് പറയുന്നത് അജിതേന്ദ്രിയനാണ്. കുറേ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് കുട്ടിയെ എടുത്തു കൊണ്ടുപോയി. അടുത്ത വർഷം 2ാമത്തെ സന്തതി ഉണ്ടായി താഴെ കിടത്തിയത് കുട്ടി മരിച്ചു. ഉടനെ ആ ബ്രാഹ്മണൻ ആ 2ാമത്തെ കുട്ടിയുടെ ശവശരീരവും കൊണ്ടുവന്ന് ദ്വാരകയുടെ ആ പടിവാതിക്കൽ വെച്ച് ഇങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങി. 6 വർഷമാണ്. അല്ലെങ്കിൽ ഉള്ളവനെ ഇല്ലാത്തവൻ്റെ വില അറിയോ? ഇവിടെ 16,008 ഭാര്യമാരാണ്. ഓരോരുത്തരും ദശ തന്നെയാണെന്ന് പറഞ്ഞിട്ട് 10 കുട്ടികളാണ് ഭഗവാന്. കുട്ടികളൊക്കെ വലുതായി.
അനിരുദ്ധനായി, പ്രദ്യുമ്നായി, അവർക്കും കുട്ടികളായി. എൻ്റെ പാവം ബ്രാഹ്മണൻ ഞാൻ, എനിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് ഇങ്ങനെ മരിച്ചാൽ അതിനൊരു പ്രതിവിധി പറയണ്ടേ? ഉള്ളവനെ ഇല്ലാത്തവൻ്റെ വില അറിയില്ല. അപ്പോൾ ജനങ്ങളൊക്കെ അവിടെ കൂടി, ആ ശരിയാണ് നീ പറഞ്ഞത്, നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക് കൃഷ്ണനോട്. ഒക്കെ ചോദിച്ചു, ഒക്കെ കർമ്മമാണ്, വിനയാണ്, കർമ്മഫലാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞാൽ സാധിക്കുമോ? എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടണ്ടേ? 3-ാമത്തെ വർഷം, 4-ാമത്തെ വർഷം, 5-ാമത്തെ വർഷം, 6-ാമത്തെ വർഷം, എല്ലാ വർഷവും ഒരു കുട്ടി ഉണ്ടാവുന്നത് താഴെ കിടത്തുമ്പോഴേക്കും മരിച്ചു. ഉടനെ ആ മൃതദേഹ ശരീരം എടുത്തുകൊണ്ട് വന്ന് ബ്രാഹ്മണന്റെ വിലാപത്തിന് ഒരു മാറ്റവുമില്ല. അത് തന്നെ തീവ്രത കൂടി വരുന്നു എന്ന് മാത്രം. ഒരിക്കൽ അർജുനൻ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലെത്തി. ഭഗവാൻ വളരെ സസന്തോഷം തൻ്റെ സുഹൃത്തിനെ സ്വീകരിച്ചു. ഉടനെ അർജുനൻ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നുണ്ടാവും, എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് നിന്നെ കണ്ടുകൊണ്ടിരിക്കണം കൃഷ്ണ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. താമസിക്കാനായിട്ട് ആ ദ്വാര കവാടത്തിൻ്റെ അടുത്ത് തന്നെയുള്ള അതിരി മുറി ഒഴിച്ചു കൊടുത്തു. അർജുനൻ അവിടെ കിടന്നു. ജനാല ഒന്ന് തുറന്നാൽ പുറത്തൊക്കെ കാണാം. ഒരു ദിവസം അർജുനൻ അവിടെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 9-ാമത്തെ പുത്രൻ മരിച്ചപ്പോൾ ആ മൃതദേഹവും കൊണ്ട് അർജുനൻ്റെ പടിവാതിക്കലെത്തി. അവിടെ തന്നെയാണല്ലോ ദ്വാരകയുടെ പടിവാതിക്കൽ ആ കുട്ടിയെ കിടത്തിയിട്ട് ബ്രാഹ്മണൻ മുറവിളിയിട്ട് ഭയങ്കര ശബ്ദത്തിൽ വളരെ ദുഃഖിതനായിട്ട് കരയുന്നതൊക്കെ അർജുനൻ കേൾക്കാനിടയായി. അർജുനൻ ധാരാ കരയുന്നത് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് എന്ന് അറിയാനായിട്ട് പുറത്തേക്ക് വന്നു. ഈ ബ്രാഹ്മണൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ വേണ്ടത്, അങ്ങേക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കാതെ ശ്രീകൃഷ്ണൻ ഒരു വശത്തുകൂടെ പോയി, അനിരുദ്ധൻ വേറെ വശത്തുകൂടെ പോയി. ആരും ഒന്നും ഭാവിച്ചതേ ഇല്ല, കണ്ടതായി തന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ ശ്രദ്ധിച്ചതേ ഇല്ല ആരും. ഇദ്ദേഹം ഇങ്ങനെ കരയുന്നു. ഇങ്ങനെയുണ്ടോ ഭരണകർത്താക്കൾ? വളരെ വ്യസനം തോന്നി അർജുനന്. താമർജുന ഉപശ്രുത്യ കർഹിചിത് കേശവാന്തികേ പരേതേ നവമേകാലേ ബ്രാഹ്മണം സമഭാഷത. അപ്പൊ പറഞ്ഞു, അർജുനൻ പറയാണ്, ഇവിടെ ധനുർധരന്മാരില്ലെന്ന് കൂട്ടിക്കോളൂ. കിംസിത് ബ്രഹ്മസുന്നിവാസേ ഇഹ നാസ്തി ധനുർധരഃ. ഈ ദ്വാരകയിൽ എന്നെ പോലെ ധനുർധരനായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് ഇത്രയും സങ്കടം വന്നത്. ഞാനുണ്ട്. അപ്പോൾ ബ്രാഹ്മണൻ ഇങ്ങനെ നോക്കി, ഇത് ആരാ, അങ്ങ് ആരാണ്? അപ്പോൾ അർജുനൻ വിഷമം, എന്നെ അറിയില്ലേ? ഇല്ല, ഞാനാണ് വില്ലാളി വീരനായ അർജുനൻ. എൻ്റെ കയ്യിൽ ഗാണ്ഡീവം എന്നുള്ള ധനുസ്സുണ്ട്, കണ്ടില്ലേ? ഇദ്ദേഹത്തിന് എന്തോ അറിയാനാ പാവം. ഒരു കാര്യം ഉറപ്പായി, ശ്രീകൃഷ്ണ ഭഗവാന് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതാണല്ലോ ഇവിടെ താമസിക്കുന്നത് ദ്വാരകയിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് നടത്തിത്തരാൻ പറ്റാതെ വന്നാൽ ശ്രീകൃഷ്ണൻ സഹായിക്കുമെന്നൊരു ഉറപ്പ്. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ബ്രാഹ്മണൻ ചോദിച്ചപ്പോൾ അർജുനൻ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ പറയാണ്, സംഘർഷണന് പറ്റിയിട്ടില്ല, വാസുദേവന് പറ്റിയിട്ടില്ല, പ്രദ്യുമ്നന് പറ്റിയിട്ടില്ല, അനിരുദ്ധന് പറ്റിയിട്ടില്ല, എന്നിട്ടാണോ അങ്ങേക്ക് സാധിക്കുമെന്ന് പറയുന്നത്? ഈ ധനുസ്സും വെച്ചുകൊണ്ട് തൻ്റെ ധനുസ്സിനെ, ഗാണ്ഡീവത്തെ ആരെങ്കിലും പുച്ഛിച്ചാൽ അർജുനനത് താങ്ങാൻ സാധിക്കുകയില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണകാർഷിരേവച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനോ. ഞാനേ സംഘർഷണനല്ല, ബലരാമനല്ല, ഞാൻ കൃഷ്ണനല്ല, ഞാൻ അനിരുദ്ധനല്ല, അതാണ് കാർഷ്ണിരേവച. കൃഷ്ണന്റെ മക്കളിൽ ആരുമില്ല. അവരെക്കാളും സാമർഥ്യമുള്ള ഗാണ്ഡീവം എന്നുള്ള ധനുസ് എൻ്റെ കയ്യിൽ എന്തി നിൽക്കുന്ന ഒരു വില്ലാളി വീരനാണ്. എന്നാൽ കേട്ടോളൂ വേറൊരു കാര്യം,
മാവമംസ്ഥാമേ ബ്രഹ്മൻ വീര്യം ത്രയംബകൗദോഷണം മൃത്യും വിജിത്യ പ്രധാനേ അനിശ്യേതേ പ്രജാം പ്രഭോ. ഞാനേ കിരാതമൂർത്തിയായ സാക്ഷാൽ മഹാദേവനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്ത്. കിരാതമൂർത്തിയായിട്ട് എന്നോട് യുദ്ധത്തിന് വന്നപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് അറിയോ ഞാൻ യുദ്ധം ചെയ്തത്. അതിൽ സംതൃപ്തനായിട്ട് പാശുപതാസ്ത്രം എന്നുള്ള അസ്ത്രം എനിക്ക് മഹാദേവൻ, സാക്ഷാത് മഹാദേവൻ തന്നു. അപ്പം മനസ്സിലായില്ലേ ഞാൻ ആളാരാണ്. ചിലരിങ്ങനെയാണ്, ആത്മപ്രശംസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒടുക്കം പറയും, ഒക്കെ ദൈവം തന്നാണ്, എൻ്റേതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒഴിയുകയും ചെയ്യും. വാസ്തവത്തിൽ അങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശംസ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആത്മപ്രശംസ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ആ ബ്രാഹ്മണനെ സമാധാനിപ്പിച്ച് അയച്ചു. ഇപ്പോൾ പോകുക, അടുത്ത വർഷം 10ാമത്തെ സന്തതി ഉണ്ടാവുമല്ലോ, അതിന് മുൻപേ ആയിട്ട് തന്നെ എന്നെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയണം. ആ കുട്ടിയെ ഞാൻ രക്ഷിക്കുന്നതായിരിക്കും. രക്ഷിച്ചില്ലെങ്കിലെന്നോ ഞാൻ ദേഹത്യാഗം ചെയ്യുന്നതാണ്. അഗ്നിയിൽ ചാടി ഞാൻ എൻ്റെ ജീവനെ ത്യജിക്കുന്നതാണ്. ഇത് സത്യം സത്യം സത്യമെന്ന് 3 തവണ അർജുനൻ സത്യവും ചെയ്തു. എന്നിട്ട് ആ ബ്രാഹ്മണൻ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് പോയി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആ ബ്രാഹ്മണൻ വളരെ സന്തോഷത്തോടു കൂടി ഓടി വന്നു അർജുനനെ കാണാൻ. അർജുനൻ ശ്രീകൃഷ്ണൻ്റെ ഇരിക്കുകയാണ്. അതാരാ വരുന്നത്? അർജുന, നിന്നെ കാണാനാണെന്ന് തോന്നുന്നു. ആ അതെ. അപ്പം എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ വിശേഷമായിട്ടുണ്ട് കേട്ടോ, ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ബ്രാഹ്മണൻ. അപ്പോൾ ആ പ്രസവ സമയം അടുക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്നെ കണ്ട് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അർജുനൻ. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ആ പ്രസവ സമയം അടുത്ത സമയത്ത് പ്രസൂതികാലേ ആസന്യേ ഭാര്യായാ ദ്വിജസത്തമഃ പാഹി പാഹി പ്രജാമൃത്യോരിത്യാഹാർജുന മാതുരഃ. ആതുരനായിട്ട് പാഹി പാഹി, രക്ഷിക്കണേ അർജുന, രക്ഷിക്കണേ അർജുന, ഇതാ എൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്നു, 10ാമത്തെ സന്തതി, ഇതെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണേ, എനിക്ക് അങ്ങ് വാക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വരാണ്. ആ സമയത്ത് അർജുനൻ പറഞ്ഞു, നിൽക്കൂ, ഇപ്പം തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് വിളിച്ച് മഹാദേവനെ നല്ലപോലെ പ്രാർത്ഥിച്ച് തൻ്റെ ഗാണ്ഡീവമെടുത്ത് അതിൽ ആവനാഴിയിൽ വേണ്ടതൊക്കെ ഇടുന്നു. അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ധാരാളം അസ്ത്രങ്ങളുണ്ട്. പിന്നെ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട്, മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വിടുന്ന ശസ്ത്രാദികളുണ്ട്. അതൊക്കെ എടുത്തുകൊണ്ട് ബ്രാഹ്മണൻ്റെ കൂടെ പോയി. ഞൊടിയിട കൊണ്ട് അമ്പുകൾ എയ്ത് ഒരു കൂടാരം പോലെ പണിതു. ആ സൂതികാ ഗേഹത്തിന് ചുറ്റുമായിട്ട്, പ്രസവം മുറുക്കി ചുറ്റുമായിട്ട്, വേറെ ശക്തികൾക്കൊന്നും വരാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയൊരു കൂടാരം ഒരുക്കി. അമ്പ് കൂടാരം ഒരുക്കി. എന്നിട്ട് അർജുനൻ പറഞ്ഞു, ഇതിനകത്തേക്ക് ഇനി ആരും പ്രവേശിക്കുകയില്ല, യമധർമ്മരാജാവിന് പോലും വരാൻ സാധിക്കുകയില്ല അതിൻ്റെ അകത്തേക്ക്. പേടിക്കണ്ട, ഈ കുട്ടി രക്ഷപ്പെടും. അപ്പോൾ സമയമായപ്പോൾ പരിചാരികമാരോടൊപ്പം വിപ്രപത്നി ആ മുറിയിലേക്ക് പ്രവേശിച്ചു. അർജുനൻ തിരിച്ച് ദ്വാരകയിലെത്തി. അടുത്ത ദിവസമായി. അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. തദാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യത മേ യോഹം ശ്രദ്ധധേ ക്ലീവകധനം. അവിടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ വിപ്രൻ ഓടി വന്നു. അപ്പോൾ ഓടി വരുന്നപ്പോൾ അർജുനൻ വിചാരിച്ചു നല്ല ന്യൂസ് പറയാൻ വരികയാണ്, കുട്ടി ഉണ്ടായിട്ടുണ്ട്, മരിച്ചിട്ടൊന്നുമില്ല, ആ നന്ദി പറയാൻ വരികയാണെന്ന് വിചാരിച്ച് വളരെ ഗമയോടുകൂടി ഇരുന്നു. കൃഷ്ണനെ ഒന്ന് നോക്കി, ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള ഭാവത്തിൽ നോക്കി. കൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരുന്നു.
ആ ബ്രാഹ്മണൻ വന്ന പാടെ കഷ്ടം, ഈ ആണും പെണ്ണും കെട്ടവന്റെ വാക്ക് ഞാൻ കേട്ടല്ലോ. ക്ലീബകഥനം, ക്ലീബനാണ് ഇവൻ. ഇവൻ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ അർജുനനല്ല, സംഘർഷണനല്ല, ഞാൻ അർജുനനാണ്, സംഘർഷണനല്ല, പ്രദ്യുമ്നനല്ല, അനിരുദ്ധനല്ല, ഞാൻ ഗാന്ധീവ ധന്വാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ വീരവാദം പൊള്ളയാണെന്നറിയാതെ കണ്ട് ഞാൻ വിശ്വസിച്ചു പോയല്ലോ. എൻ്റെ കഷ്ടകാലം എന്നേ പറയേണ്ടു. ന പ്രദ്യുമ്നോ നാനിരുദ്ധോ നാരാമോ നാച കേശവഃ യസ്യ ശേകും പരിത്രാതും കോന്യസ്തദ്വിദേശ്വരഃ. ഈശ്വരന്മാർക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ സംഘർഷണനല്ല, ഞാൻ അർജുനനാണ്, ഞാൻ കൃഷ്ണനല്ല എന്നൊക്കെ എന്തൊക്കെ വീരവാദമാണ് ഇയാൾ മുഴക്കിയത്. കഷ്ടം എന്ന് പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു അർജുനനെ. എന്നിട്ട് ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് പോയി. അപ്പം അർജുനൻ വിളിച്ചു, എന്താ ഈ ചീത്ത പറഞ്ഞിട്ട് പോണത്? മുഴുവൻ പറഞ്ഞിട്ട് പോ. കുട്ടി ഉണ്ടായോ? കുട്ടി ഉണ്ടായി. പക്ഷേ ഉണ്ടായ ക്ഷണം തന്നെ കുട്ടി നേരെ ആകാശത്തിലേക്ക് പോയി മറിഞ്ഞു. ഇത്രയും കാലം ഒരു മൃതദേഹമെങ്കിലും ഉണ്ടായിരുന്നു കെട്ടിപ്പിടിച്ച് കരയാൻ. ഇപ്പം അതും ഉണ്ടായില്ല. പറയാണ് ഉടനെ കുമാര സംജാതനായപ്പോൾ എന്തായി? ഉടനെ അത് കാണാതെയായി. കുട്ടി എവിടെയാ പോയത് അറിയില്ല. ഭാര്യ ആലമുറയിട്ട് കരയാണ് വീട്ടില് എന്നും പറഞ്ഞ് ബ്രാഹ്മണൻ അവിടെ നിന്ന് പോയി. അർജുനൻ വിചാരിച്ചു, ഇനിയിപ്പോൾ എൻ്റെ യോഗബലം കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഈ കുട്ടി എവിടെ പോയെന്ന് ഞാൻ തിരയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അർജുനൻ എന്ത് ചെയ്തു? നേരെ ഇന്ദ്രൻ്റെ പുരിയിലേക്ക് പോയി. അളകാപുരി എന്ന് പറയുന്ന ആ വലിയ അരമനയ്ക്കകത്തേക്ക് കയറിപ്പോയി. തപശക്തി ഉണ്ടല്ലോ അർജുനനും. അർജുനൻ നരനാരായണ ഋഷിമാരിൽ നരനാണല്ലോ അവതരിച്ചിരിക്കുന്നത്. ഇന്ദ്രൻ്റെ പുരിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാമല്ലോ. ഇന്ദ്രൻ്റെ മകനാണല്ലോ അർജുനൻ. അവിടെ ചെന്നു. ഇന്ദ്രനായി കണ്ട് നമസ്കരിച്ചിട്ട് ചോദിച്ചു, ഇവിടെ ഈ ദ്വാരകയിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ മരിച്ചിട്ട് എത്തിയിട്ടുണ്ടോ? നിനക്കെന്താ സ്ഥലം തെറ്റിപ്പോയോ? ഇത് ഇന്ദ്രലോകമാണ്. നിനക്ക് അങ്ങനെ വല്ലതും അന്വേഷിക്കണമെങ്കിൽ യമപുരിയിലേക്ക് പോകൂ. അർജുനൻ വിചാരിച്ചു, എന്നാൽ ശരി, നേരെ യമപുരിക്ക് പോവാം. അവിടെ യമധർമ്മ രാജാവിൻ്റെ സംയമിനി എന്നുള്ള രാജധാനിയിലെത്തി അവിടെയൊക്കെ അന്വേഷിക്കാമെന്ന് കരുതി അവിടെ കയറി. അർജുനനെ കണ്ടതും യമധർമ്മ രാജാവ് സ്വീകരിച്ചു. എന്താ വന്നത്? അല്ല, ദ്വാരകയിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട്, ഇപ്പം അടുത്ത് ഒരു പിഞ്ച് ഓമന കുട്ടി ജനിച്ചത് മരിച്ചുപോയി. ഇവിടെ എത്തിയിട്ടുണ്ടോ? ദ്വാരകയിൽ നിന്ന് കുട്ടികളാരും ഇവിടെ എത്തിയിട്ടേ ഇല്ല. ഭഗവാൻ ഉള്ളിടത്ത് അപമൃത്യു ഉണ്ടാകുമോ? സാധ്യതയില്ല എന്ന് പറഞ്ഞു. നേരെ അഗ്നി ഭഗവാന്റെ കൊട്ടാരത്തിലെത്തി. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി. ആഗ്നേയം നൈഋതിം സൗമ്യാം വായവ്യാം വാരുണീമഥ രസാതലം നാഗപൃഷ്ണം ധിഷ്ണ്യാന്യായുധ. ആയുധങ്ങൾ പലതും കയ്യിൽ എടുത്തുകൊണ്ട് ഇനി വല്ല പോരും വന്നാലോ അതിൽ ജയിക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് എല്ലാ സ്ഥലത്തേക്കും പോയി തേടുന്നത്. അഗ്നി ഭഗവാന്റെ രാജ്യത്ത്, നൈഋതിയുടെ രാജ്യത്തിൽ, വായു ഭഗവാന്റെ രാജ്യത്തിൽ, വരുണന്റെ ലോകത്ത്, രസാതലത്ത്, എല്ലാ സ്ഥലത്തും പോയി തിരഞ്ഞു. ഒരു സ്ഥലത്തും നവജാത ശിശുക്കൾ മരിച്ച് എത്തിയിട്ടില്ല. അർജുനന് വിഷമമായി. തിരിച്ചു വന്നു. ഇനി എന്തേ വഴിയുള്ളൂ? സത്യം ചെയ്തിട്ടുണ്ടല്ലോ, അഗ്നി ഇനി കൂട്ടിയിട്ട് അതിലേക്ക് എടുത്ത് ചാടുക തന്നെ, അല്ലാണ്ട് എന്താ ചെയ്യും? അതുകൊണ്ട് അർജുനൻ തൻ്റെ ആഗ്നേയാസ്ത്രം എടുത്ത് അതിലൂടെ അവിടെ അഗ്നി വരുത്തി. എന്നിട്ട് ഈ അഗ്നിയിൽ ചാടാം. ഇനി ബ്രാഹ്മണൻ എന്തൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ ചെവിക്കകത്ത് എത്തുകയാണ്. എന്നെ ക്ലീബൻ എന്ന് പറഞ്ഞു, കഷ്ടം, എൻ്റെ ധനുസിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം പോലും കൃഷ്ണനോട് ഒന്നും പറഞ്ഞില്ല. ശ്രീകൃഷ്ണ,
ഇങ്ങനെ ഈ ബ്രാഹ്മണനെ സഹായിക്കാനുണ്ട്, ഞാൻ പോകട്ടെ. ചോദിച്ചില്ല. എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ ധനുസ്സിൽ വിശ്വാസമുള്ളത് കൊണ്ട്. പക്ഷേ എനിക്ക് ധനുസ്സിലും എൻ്റെ ശക്തിയിലും വിശ്വസിക്കാം. ഈ ശക്തി വന്നത് എവിടെ നിന്നാണ് എന്ന് ഞാൻ മറന്നുപോയി. അതാ പറഞ്ഞത് കുറച്ചു മുമ്പ്, അഹത്തെ അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല, അഹങ്കാരം വന്ന് അവിടെ മറയ്ക്കുന്നു. അപ്പം ഭഗവാനെ മറന്നുകൊണ്ടാണല്ലോ ചെയ്തത് എന്ന് വിചാരിച്ച് ആ കണ്ണുകളിൽ നിന്ന് കുറച്ച് കണ്ണീരിങ്ങനെ വരാൻ തുടങ്ങി. അർജുനൻ ഇതുവരെ ഒരു പരാക്രമിയായിരിക്കുന്ന അർജുനന് തലകുനിയേണ്ടി വന്നിട്ടേയില്ല. അവിടെ ഭഗവാനെ ഓർത്ത് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് അതങ്ങനെ കടിച്ചമർത്തിക്കൊണ്ട് അഗ്നിയെ വരം വെച്ചു 3 തവണ. എന്ന് അതിലേക്ക് എടുത്ത് ചാടാനായി ശ്രമിക്കുന്ന നേരം ഒരു കൈ വന്ന് തോളിൽ മെല്ലെ തട്ടി പിന്തിരിപ്പിച്ചു. ബ്രാഹ്മണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് കാരുണ്യവാരിധിയായ ആ ശ്രീകൃഷ്ണൻ നിൽക്കുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, തൻ്റെ ഭക്തൻ്റെ സത്യത്തെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ശ്രമിക്കും. സത്യം ചെയ്തു പോയി ഭീഷ്മർ. എന്താ സത്യം ചെയ്തത്? കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. ഞാൻ ആയുധം എടുക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു ആദ്യമേ. തൻ്റെ സത്യം പോയാൽ പോട്ടെ, എൻ്റെ ഭക്തൻ്റെ സത്യം ശരിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ചക്രായുധധാരിയായിട്ടല്ലേ സുദർശന ചക്രത്തെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. രഥചക്രത്തെ എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ പാഞ്ഞു എന്നും കാണുന്നുണ്ട്. അതൊന്ന്. പിന്നെയോ ബ്രഹ്മാവ് സത്യം വരങ്ങൾ കൊടുത്തു ഹിരണ്യകശിപുവിന്. എത്ര വലിയ വരങ്ങളാണ് കൊടുത്തത്! രാത്രിയും മരണമല്ല, രാവിലെയും മരണമല്ല, ആയുധങ്ങൾ കൊണ്ടൊന്നും മരണമല്ല, ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒന്നുകൊണ്ടും മരണമല്ല. ഓക്കെ, വരം കൊടുത്തു. ആ സത്യത്തെ പാലിക്കാനായിക്കൊണ്ട് ഭഗവാൻ നരസിംഹാവതാരം എടുത്തു. തൻ്റെ ഭക്തൻ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിപാലിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫൽഗുനൻ്റെ പാർത്ഥൻ്റെ തോളിൽ തട്ടി. ബ്രാഹ്മണൻ്റെ മക്കളെ കൊണ്ടുവരണം അല്ലേ, അതല്ലേ വേണ്ടത്? അർജുനൻ അതെ എന്ന് പറഞ്ഞു. എവിടെ പോയെന്ന് അറിഞ്ഞില്ല. എല്ലാ സ്ഥലത്തും നോക്കി തിരഞ്ഞു നോക്കി മഷിയിട്ട് നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ കുട്ടികളൊക്കെ വൈകുണ്ഠത്തിലുണ്ട് എന്ന് ഭഗവാൻ പറയാണ്. വൈകുണ്ഠനാഥൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, കുട്ടികളൊക്കെ വൈകുണ്ഠത്തിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഉടനെ ഭഗവാൻ ഒന്ന് സ്മരിച്ചു, മനസ്സിൽ സ്മരിച്ചു തൻ്റെ രഥത്തെ. ഉടനെ അവിടെ രഥമെത്തി. രഥമെത്തിയപ്പോൾ രഥത്തിൽ 4 കുതിരകളെ പൂട്ടി ഭഗവാൻ. ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹകം എന്ന് പറയുന്ന 4 അശ്വങ്ങളെ ആ രഥത്തിൽ ഭഗവാൻ കൂട്ടിയിട്ട് കെട്ടിയിട്ട് പാർത്ഥസാരഥിയായ ഭഗവാൻ അവിടെ രഥം തെളിയിക്കാനായിട്ടിരുന്നു. പാർത്ഥൻ ഒരു കൈ കൊടുത്തു, അവനെ രഥത്തിൽ ഇരുത്തി. രഥമെല്ലാം ഉയരാൻ തുടങ്ങി. പാർത്ഥൻ ചോദിച്ചു, നാം എങ്ങോട്ടേക്കാണ്? കാണിച്ചു തരാം. വൈകുണ്ഠത്തിലേക്കാണോ? കണ്ടോളൂ, കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ, അപ്പൊ കാണാം എന്ന് പറഞ്ഞ് ആ രഥം മെല്ലെ, സ്വർണ്ണരഥം മെല്ലെ 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 ആകാശത്തിൽ ഉയർന്നുകൊണ്ട് അത് പറക്കാൻ തുടങ്ങി. അങ്ങനെ 7 ദ്വീപുകളും 7 പർവ്വതങ്ങളും 7 സമുദ്രങ്ങളും കടന്ന് ലോകാലോകത്തെയും കടന്നു. ലോകാലോകം എന്നുള്ള വലിയൊരു പർവ്വതം, അത് അവിടെ സൃഷ്ടി അവസാനിക്കുന്നു. അതിന് ശേഷം മുഴുവൻ കൂരിരുട്ടാണ്. നമ്മൾ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ